ലോക കല്യാണി എടുത്താലേ ഈ റോള് പൊങ്ങുള്ളൂ. പീക്ക് സിനിമ. അല്ലാതെ ഇവിടുത്തെ കുറെ ആപ്പ് കുറെ ഉണ്ട്. മോശം പറയായിട്ടൊന്നുമില്ല. 10ന് 10. ഫസ്റ്റ് ഫ്രെയിം മുതൽ ലാസ്റ്റ് ഫ്രെയിം വരെ അവർ ആ കൺസിസ്റ്റൻസി പിടിച്ചിട്ടുണ്ട്. പുരുഷ വിരോധമാണ് ഇവരുടെ ഫെമിനിസം. മറ്റേ അപ്പൂപ്പൻ്റെ ഒരു തിയേറ്ററിൽ വിളിച്ചത് അവളുടെ ഫിസിക്സ് ലോജിക്കലി കണക്ട് ചെയ്ത് കൊണ്ടുവന്നിട്ട് അതൊരു വമ്പം പരിപാടിയാണ്. എനിക്കൊന്നും പറയാൻ കിട്ടുന്നില്ല. പറയാൻ കിട്ടില്ല, നീ കഴിച്ചു പോ. മലയാള ഇൻഡസ്ട്രിക്ക് മാത്രമേ പറ്റുള്ളൂ ഇത്രയും ചെറിയ ബഡ്ജറ്റിൽ ഇത്രയും ഹൈ ക്വാളിറ്റി ഐറ്റം പടച്ചുവിടാനായിട്ട്. ഈച്ച് ആൻഡ് എവറി ഡിപ്പാർട്ട്മെന്റ് പക്കയാണ്, പക്ക. കണ്ടന്റ് അല്ല, കോണ്ടന്റ്. എടേ ഞാൻ ഒന്ന് പറഞ്ഞോട്ട് അവരടുത്ത് ഈ പടം പ്രൊമോട്ട് ചെയ്യാനായിട്ട് ഒരൊറ്റ അമ്മച്ചിമാരെ കാണാനില്ല. അപ്പോ ലോക എടേ അപ്പയല്ല, അപ്പോൾ ലോക അല്ലെ, അപ്പോളെന്ന് അപ്പോൾ ലോക ചാപ്റ്റർ ഓൺ ചന്ദ്ര. എടേ പറ, നിന്റെ എപ്പോഴും നീ എന്നെ പറയണേ അങ്ങോട്ട്. സംഭവം വിഷയം മൂവി ഒന്നും പറയാനില്ല. മലയാളത്തിൽ നെക്സ്റ്റ് ലെവലിലേക്ക് ഈ മൂവി കൊണ്ടുപോയിട്ടുണ്ട്. ഒരു ബെഞ്ച് മാർക്കാണ്, പക്ക വേറൊരു സംഭവം. എനിക്കൊന്നും പറയാൻ കിട്ടണില്ല. പറയാൻ കിട്ടില്ല, നീ കഴിച്ചു പോ. ഞാൻ മലയാള ഇൻഡസ്ട്രിയിൽ ഇന്ന് വരെ വന്നതിൽ ഇത്രയും ബഡ്ജറ്റിൽ ഇത്രയും പ്രൊഡക്ഷൻ ക്വാളിറ്റിയിൽ വന്ന അടിപൊളി ഒരു പടം. അതെ തന്നെ. പിന്നല്ല പറയാൻ കാരണം ഈ നമ്മൾ ഈ ഡെയിലി ചുമ്മാ വല്ലപ്പോഴും തിയേറ്ററിൽ പോണതല്ല, ഒരുപാട് സിനിമ കണ്ട് സത്യമായി നമ്മൾ സിനിമ. എടേ ഞാൻ ഒന്ന് പറഞ്ഞോട്ട് അവരടുത്ത്. എന്തൊരു സിനി ഫയല് അതെനിക്ക് അറിഞ്ഞൂടാ. സിനിമ അതുമായിട്ട് നമുക്ക് ലോകയിലോട്ട് വരാം. അതെ, ഏത് ഡിപ്പാർട്ട്മെന്റ് എടുത്താലും ഈച്ച് ആൻഡ് എവറി ഡിപ്പാർട്ട്മെന്റ് 10ൽ 10 കൊടുക്കുക അല്ലേ? അത് പറയാം. അതിൽ മോശം പറയാനായിട്ട് ഒന്നുമില്ല. അതില് ഇപ്പം ഞാൻ എത്ര ചിക്കിച്ചാലും മോശം പറയാനായിട്ട് ഒന്നുമില്ല. 10ന് 10 അല്ലെ, പോട്ട് 100ന് 10, 10ന് 100, 100ൽ 100, 100ന് 100, 110. അതാണ് ലോക ചന്ദ്ര. ആദ്യം തന്നെ നമുക്ക് കല്യാണിയെ പറ്റി പറയാം. കല്യാണി ഈ റോള് കൺവിൻസ് ആയിട്ട് നമുക്ക് തോന്നിയതിൻ്റെ കാരണം എന്താണെന്നറിയാം? അവളുടെ ഫിസിക്ക്. നമ്മുടെ ഈ അഞ്ജലീന ജോളിയില്ലേ, അപ്പോൾ അതുപോലെ ആ ഫിസിക്കുള്ളവരൊക്കെ ഈ ഒരു പരിപാടി ചെയ്താൽ മാത്രമേ ആൾക്കാർ കൺവിൻസ് ഉള്ളൂ. അല്ലാതെ ഇവിടുത്തെ കുറേ ആപ്പ് കുറേ ഉണ്ട്. കല്യാണി എടുത്താലേ ഈ റോള് പൊങ്ങുള്ളൂ. അത് ഓൾമോസ്റ്റ് കല്യാണി ഫിലിം ഇൻഡസ്ട്രി വന്നപ്പോൾ ഏറ്റവും കൂടുതൽ നെഗറ്റീവ് കേട്ടിരുന്ന അവളുടെ ഫിസിക്സ്. ഇത് അതുകൊണ്ട് അതല്ല സഭ. വേറൊരു കാര്യമുണ്ട്. ഇപ്പം ഈ കുറേ മറ്റേ അമ്മച്ചിമാരുണ്ടായിരുന്നല്ലോ, ഇതൊരു ആവേശത്തിൽ ഫീമെയിൽ ക്യാരക്ടർ ഇല്ല. നമ്മുടെ വേറെ പക്ഷേ ഇപ്പോൾ നമ്മുടെ ലോകയിൽ കല്യാണി നമ്മുടെ കല്ല് വന്നപ്പോൾ ഇവളെ ഒന്നും കാണാനില്ല. ഇവരൊക്കെ എവിടെ ഈ പടം പ്രൊമോട്ട് ചെയ്യാനായിട്ട് ഒരൊറ്റ അമ്മച്ചിമാരെ കാണാനില്ല. അതാണ് ഈ പുരുഷ വിരോധമാണ് ഇവരുടെ ഫെമിനിസം. അതെ, അത് കറക്റ്റ്. എന്തോന്ന് കറക്റ്റ്? നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് പറഞ്ഞ ലോക ചാപ്റ്റർ ഓൺ ചന്ദ്ര. ഒന്നും പറയല്ലേ, വെറുതെ ടിക്കറ്റ് എടുക്കോ പോയിരുന്ന് കണ്ട് തന്നെ നിങ്ങൾ മനസ്സിലാവും. എക്സ്പീരിയൻസ് ചെയ്യണം. എടേ നീ എന്നെ ഒരു മറ്റേ ശ്രീധർ കൊള്ളാന്ന് പറഞ്ഞുകൊണ്ട് ഒരു മറ്റേ അപ്പൂപ്പൻ്റെ ഒരു തിയേറ്ററിൽ വിളിച്ചത്. അവിടെയാണ് ഈ സ്ക്രീനാണെങ്കിൽ മറ്റേ ഈ കൂൾ കളർ. ഞാൻ വിചാരിച്ചു ഇതിപ്പോൾ ഇവരുടെ കളർ ഗ്രേഡിങ് ആണ്. നോക്കിയപ്പോൾ മൊത്തത്തിൽ നീല. ഇവിടെ എന്തിനാണത്? അതെന്തിനാണ് അവന്മാരോട് ചോദിക്കുന്നത്? കഷ്ടം തന്നെ. പക്ഷെ നമ്മുടെ ഒരു എക്സ്പീരിയൻസ് നഷ്ടപ്പെട്ടു. റിവ്യൂ എടുക്കാൻ പോയപ്പോ പത്മയിലെ സൗണ്ട് നല്ല എക്സ്പീരിയൻസ്. അതിന്റെ കേസ് വരും. നമുക്ക് പടത്തിലോട്ട് വരാം.
പടത്തിലോട്ട് ഈ നമ്മുടെ പഴയ ആ മിത്തും ഇപ്പോഴത്തെ ടെക്നോളജി ആയിട്ട് അവരൊരു കണക്ട് ചെയ്യിക്കുന്ന ഒരു ഇതുണ്ട്, ലോജിക്കലി കണക്ട് ചെയ്ത് കൊണ്ടുവന്നിട്ട് അതൊരു വമ്പം പരിപാടിയാണ്. ലൂപ്പ് ഹോളൊക്കെ വരാനൊക്കെ ഒരുപാട് ചാൻസ് ഉണ്ട്, പക്ഷേ മാക്സിമം അവർ അതിനെ ഇമ്പ്രൂവൈസ് ചെയ്ത് ഡെവലപ്പ് ചെയ്ത് അത്രയ്ക്കും ഏറ്റവും ഇഷ്ടമായിട്ട് ശ്രദ്ധിച്ചിട്ടാണ് ആ സ്ക്രിപ്റ്റ് പോയിരിക്കുന്നത്. ഇപ്പോഴും പറയുന്നു മലയാളം ഇൻഡസ്ട്രിയിൽ കണ്ടൻ്റാണ് വലുത്. ഈ ഒരു കൊറോണയ്ക്ക് ശേഷമാണ് ഓൾമോസ്റ്റ് സ്പ്രെഡായി. കൊറോണയ്ക്ക് ശേഷം മലയാളം ഇൻഡസ്ട്രിയിൽ പടം വിജയിക്കണമെങ്കിൽ കണ്ടൻറ്റ് മതി. കണ്ടൻറ്റ് വേറെ ഒന്നും വേണ്ട. കണ്ടൻ്റ് അല്ല, കണ്ടൻറ്റ്. പക്ഷേ എനിക്ക് വലിയ ഇംഗ്ലീഷ് സ്ഫുടമായിട്ടൊന്നും പറയാൻ പറ്റൂല. നീ ഭയങ്കര അതെയാ, നമുക്കതൊന്നും പറ്റൂലല്ലോ. നമ്മൾ പറഞ്ഞ നമ്മൾ നോർമലി. അത് മാത്രമല്ല, ഡിക്ക് വേഫെയർ ഫിലിംസ് കൊണ്ടുവരുന്ന ഒരു മിനിമം ക്വാളിറ്റി എങ്കിലും കാണും. ഇത് പക്ഷെ അങ്ങനെയല്ല. ഈ കഴിഞ്ഞ പ്രാവശ്യം വന്ന മറ്റേ സൂഫ്രം സോ മറ്റേ രാജ്ബി ഷെട്ടി അമ്പോ, അത് കണ്ടന്റ് ഈസ് ദ കിങ്. അത് വിട്, കോണ്ടന്റ് ഈസ് ദ കിങ്. കോണ്ടന്റ് വിട്, നമ്മൾക്ക് ഇത് ലോകയിലോട്ട് വാ. ലോകയില് വേഫെയർ ബാക്ക് ബോണായിട്ട് എടുത്തിട്ട് ചെയ്തതിന് വലിയൊരു അപ്രീസിയേഷൻ. ഇനിയും ഇതുപോലത്തെ അടിപൊളി ഐറ്റംസ് വരണം. മലയാള ഇൻഡസ്ട്രിക്ക് മാത്രമേ പറ്റുള്ളൂ ഇത്രയും ചെറിയ ബഡ്ജറ്റിൽ ഇത്രയും ഹൈ ക്വാളിറ്റി ഐറ്റം പടച്ചുവിടാനായിട്ട്. വേറെ ഒരു ഇൻഡസ്ട്രിക്ക്, ഇന്ത്യയിൽ ഒരു ഇൻഡസ്ട്രിക്കും പറ്റത്തില്ല. അത് 100% ഉറപ്പിച്ച് തന്നെ പറയാം. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ നിമിഷ രവിയുടെ സിനിമാറ്റോഗ്രാഫി ഒപ്പോ ആ നിയോൺ ലൈറ്റിംഗ്സ് ഒക്കെ വെച്ചിട്ട് ആ നൈറ്റ് സീക്വൻസ് ഒക്കെ. നീ കുറച്ച് റിസർച്ച് ചെയ്തിട്ടുണ്ടായിരുന്നല്ലേ? താങ്കൾ ഒരു റിസർച്ചർ ആണല്ലേ? അത് നമ്മൾ ഇത്രയും അതിന്റെ കാണുമ്പോൾ തന്നെ ക്വാളിറ്റി ഫീൽ ചെയ്യിക്കുന്നത് ആ ലൈറ്റിങ്ങും സിനിമാറ്റോഗ്രാഫിയാണ്. അതാണ് ഈ സിനിമയുടെ നെക്സ്റ്റ് ലെവലിലേക്ക് എത്തിച്ചത്. ആ ഒരു കളർ ഗ്രേഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പൊന്നോ, കാണുമ്പോൾ തന്നെ ഫസ്റ്റ് ഫ്രെയിം മുതൽ ലാസ്റ്റ് ഫ്രെയിം വരെ അവർ ആ കൺസിസ്റ്റൻസി പിടിച്ചിട്ടുണ്ട്. പിന്നെ ചാമച്ചോക്കോയുടെ എഡിറ്റിംഗ്, അത് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമാണ്. സത്യം പറഞ്ഞാൽ എഡിറ്റിംഗ്, മ്യൂസിക് ഡയറക്ഷൻ എല്ലാം ഈച്ച് ആൻഡ് എവറി ഡിപ്പാർട്ട്മെന്റ് പക്കയാണ്, പക്ക. ഇങ്ങനെ ഒരു പടം ഈ അടുത്ത കാലത്ത് മഞ്ഞൂമൽ അത് വേറൊരു ഐറ്റമാണ്. പക്ഷെ ഇതെന്ന് പറഞ്ഞാൽ അത് നമുക്ക് ഈ മോശം എങ്ങനെ പറയാൻ പറ്റും? ഇത് കാരണം ഏത് ഏജ് ഗ്രൂപ്പിനുള്ള ആൾക്കാർക്കായാലും കണ്ട് മനസ്സിലാക്കാൻ പറ്റും. കാരണം അങ്ങനത്തെ രീതിയിലാണ് ആ സ്റ്റോറി സ്ക്രീൻ പ്ലേ പോകുന്നത്. അത് മാത്രമല്ല, നമ്മുടെ മോളിവുഡ് നമ്മുടെ മോളിവുഡ് ഇൻഡസ്ട്രിയെ കൊണ്ട് ഒരു ഹോളിവുഡ് ലെവലിൽ പടം എടുക്കാൻ പറ്റുമെന്നും കൂടെ കാണിച്ചു പടം സ്ക്രോൾ ചെയ്താൽ നമ്മുടെ തെലുങ്കന്മാരും തമിഴന്മാരും ഒക്കെ ഇരുന്നിട്ട് പറയുന്ന കേൾക്കണം ഈ ലോകയെ പറ്റിയിട്ട്. അത്രയ്ക്കും നമ്മുടെ ഈ ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ വെറും അണ്ടർ റേറ്റഡ് ആയിട്ട് കിടക്കുകയാണ് ഈ മലയാളം ഇൻഡസ്ട്രി. അതെ, നമ്മളെ കൊറിയൻ പടങ്ങളെ പോലെ നമ്മുടെ മലയാള പടവും എന്നെങ്കിലും ഒരു സമയത്ത് ലോകത്തിന് നെറുകയിലെത്തും. അത് മാത്രമല്ല, ഈ ഒരു സിനിമയിൽ കൂടെ തന്നെ അവർ കാണിക്കുന്ന ഒരു ഐറ്റം എന്ന് പറഞ്ഞാൽ ഹോളിവുഡ് ലെവൽ പടങ്ങൾ പതുക്കെ അതിനെ പറഞ്ഞാ നീ കയ്യൊക്കെ എടുത്ത് വീശല്ലേ, ഫോക്കസ് പോവും ക്യാമറ. ഹോളിവുഡ് ഇൻഡസ്ട്രിയെ കൊണ്ട് പറ്റും. ഹോളിവുഡ് ഇൻഡസ്ട്രി ലെവൽ മൂവീസ് നമ്മുടെ മോളിവുഡ് ഇൻഡസ്ട്രിയെ കൊണ്ട് ചെയ്യാൻ പറ്റും. അതെ അതെ. ഇപ്പം തന്നെ അത് മനസ്സിലാവില്ലേ ഈ പടത്തിനെ പറ്റി? നമുക്ക് പറയാനായിട്ട് എല്ലാം ഓളിൻ പക്ക. എനിക്ക് എന്ത് പറയാനാ, നമ്മൾ അത്രയും ഓരോ കാര്യങ്ങൾ എടുത്ത് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കേട്ട് കഴിഞ്ഞിട്ട് കാണാനുള്ള ഇൻട്രസ്റ്റ് പോകും. നിങ്ങൾ കണ്ട് തന്നെ മനസ്സിലാക്കണം. എന്ന് പറഞ്ഞാൽ ഈ ജാക്സ് ബിജോയൊക്കെ ഇരുന്നിട്ട് കത്തിക്കണത് വേണം കാണാൻ. എൻ്റെ പൊന്നോ, ജാക്സ് ബിജോ എന്ന് മാത്രമല്ല, ഇടയ്ക്ക് ഒരു കുഞ്ഞുകുട്ടിയുടെ ഒരു സീനുണ്ട്. അപ്പോൾ അത് എടുത്ത് ഒരു പഴയ കാലഘട്ടത്തിൽ പോകുന്നത് ക്ലിയർ ആയില്ല. പീക്ക് സിനിമ. ആ ഒരു കൊച്ചു കുട്ടിയെ കൊണ്ടിട്ട് അവർ ആക്ഷൻ കൊറിയോഗ്രാഫി ചെയ്യുന്നുണ്ട്. ഒരു ആക്ഷൻ സീക്വൻസ്. എൻ്റെ പൊന്ന ആ കൊച്ചു കുട്ടി ചെയ്ത് കൺവിൻസ് ചെയ്യുന്നത് എൻ്റെ പൊന്ന അത്രയും കൺവിൻസ് ആയിട്ട് പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ്. ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ, നീ അങ്ങനെ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോ കേൾക്കാൻ പറ്റില്ല. അത് മാത്രം ആ ഒരു സീക്വൻസ് മാത്രം എല്ലാ ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാർക്ക്, അതിപ്പോ ആൾക്കാർ ഈ പ്രായമാരെയൊക്കെ ഹുക്കാക്കാൻ വേണ്ടിയിട്ട് ആ ഒരൊറ്റ സീന് മതി. അത് മതി. പടം എല്ലാ ഏജ് ഗ്രൂപ്പിനും കണക്റ്റ് ആവും. അതാണ് ലോക.
ഈ ഒരു ഞാൻ ഇപ്പം നമ്മളിപ്പോൾ 3 വട്ടം കണ്ടു പടം 3 വട്ടം 3 വട്ടം കണ്ടിട്ട് ഇപ്പോഴും അതിൻ്റെ ആ ഒരു തരിപ്പ് മാറിയിട്ടില്ല. ആ ഒരു തരിപ്പ് മാത്രമല്ല, ആ ഒരു ത്രില്ലും മാറിയിട്ട് ഇനി ഒരു 3-4 വട്ടം കൂടെ കാണണം. കാരണം അത്രയ്ക്ക് ഇത്രയും കാലം വെയിറ്റ് ചെയ്തിരുന്നിട്ട് ഇങ്ങനെ ഒരു പടം ഇൻഡസ്ട്രിയിൽ ഇപ്പൊ വന്നിരിക്കുകയാണ്. ഇപ്പൊ കണ്ടാൽ മാക്സിമം എക്സ്പീരിയൻസ് ചെയ്ത് വിടുക. അതും നമ്മള് കേട്ട് മറന്ന ഈ മിത്തുകൾ, പറഞ്ഞു തന്ന മിത്തുകളൊക്കെ നിന്റെ അമ്മ ഏത് കഥ പറഞ്ഞു തന്നത്? എന്തോ ഈ നമ്മളെ കള്ളിയങ്കാട്ട് നീലി കുറെ കാര്യങ്ങളുണ്ട്, കുറെ കഥകളുണ്ട്. എടാ ഈ ചുമ്മാ ഇരുന്ന് അതൊക്കെ പറഞ്ഞ് ഇത്തിരി സ്പോയിലർ ആക്കാതെ നീ. സ്പോയിലറാണ് ഇതൊക്കെ വെറുതെ. കള്ളിയങ്കാട്ട് നീലി, കല്ലിയങ്കാട്ടിൽ മഞ്ഞ, നീലിയൊന്നുമല്ല. നീലിയല്ല, മഞ്ഞ, പച്ച, എല്ലാം ഉണ്ട്. സംഭവം ഇനി ഒരൊറ്റ കാര്യം പറയാനുള്ളൂ. ഇതിപ്പം ഫസ്റ്റത്തെ ചാപ്റ്റർ ആണ്. ഇനി ഒരു ഐറ്റം ഒക്കെ വരാൻ കിടപ്പുണ്ട്. മിക്കവാറും ഈ ഒരു സാധനം ഒരു എൻഡ് ഗെയിം പോലെ ഒരു സാധനം ഇനിയിപ്പോ വരും. 7 ചാപ്റ്റേഴ്സ് ഉണ്ടെന്നാ പറയുന്നത്. അതാണ് ഇവൻ പറയണമെന്നുണ്ട്, അവരെല്ലാരും പറയുന്നുണ്ട്. അത് മാത്രമല്ല എല്ലാം കിടുക്കിയിട്ടുണ്ട്. കല്യാണി പ്രിയദർശനെ പറ്റി നമ്മുടെ പഴയ പറയണ കേളെ ഞാൻ ഒന്ന് പറഞ്ഞു കൊടുക്കട്ടെ. ഈ പഴയ ജയറാമിന്റെ ഈ ബോധം കെട്ടിങ്ങ ഇങ്ങനത്തെ ഒരു സാധനമൊക്കെ ഇല്ലേ, അതൊക്കെ ചെയ്ത് വീഴുമ്പോ ടൈമിങ് ടൈമിങ് ഒക്കെ എന്റെ പൊന്ന്. അവൻ എന്തായാലും ഒരു കുലുക്ക് ഇവിടെ അറമ്പാദിച്ചിട്ട് അവ ഇവിടെ നിന്ന് മലയാള ഇൻഡസ്ട്രിയിൽ നിന്ന് പോവുള്ളൂ. പിന്നെ നമ്മുടെ ചന്തു മലയാളം ഇൻഡസ്ട്രി നിനക്കറിയാന്നുള്ള ഇൻഡസ്ട്രി മാത്രമേ ഉള്ളൂ. ഇത് വേറെ ഇൻഡസ്ട്രികൾ ഒരുപാടുണ്ട്. മറ്റേ ചന്തു സലിംകുമാർ, അസൽ സലിംകുമാർ 2.0. അത് അപ്പോ സലീംകുമാർ ഇത്രയും കാലത്തിനോട് ഇത്രയും സിനിമ ചെയ്തതിൽ ഇപ്പോഴാണ് അവനെ മര്യാദയ്ക്ക് ഉപയോഗിച്ചത്. ഈ സിനിമയിൽ മാത്രമാണ്. പണി അറിയാവുന്ന ഡയറക്ടറിന്റെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ഏതൊരുത്തരെയും നല്ല വൃത്തിയാ പണി എടുക്കാൻ അറിയാം. അത് ഇവനെ പോലത്തെ ഈ വാവളന്താനായാലും എന്നെ പോലത്തെ ഈ അണ്ണനെ പോലത്തെ ദുൽഖർ സൽമാൻ ആയാലും. അപ്പോ വാവളന്താല്ലേ ഇവൻ എന്റെ നമ്മളെ ലാലേട്ടന്റെ ഒരു ചാമുണ്ട്. അപ്പൊ അതൊക്കെയാണ് വിഷയങ്ങൾ. ഇനി വേറെ എടുത്ത് പറയാൻ നമ്മുടെ സാൻഡി മാസ്റ്ററിന്റെ കണ്ണുകൊണ്ടുള്ള മിക്ക ഷോട്ടും സാൻഡി എടുത്ത് ക്ലോസപ്പാണ് പോയിട്ട് ഞാൻ ശ്രദ്ധിച്ചു. മിക്ക ക്ലോസപ്പാണ്. കണ്ണുകൊണ്ടുള്ള ഒരുപാട് കളിയുണ്ട്. കളി എന്ന് പറഞ്ഞാൽ ലിയോ മൂവിക്ക് ശേഷം ഒരു മികച്ച ഒരു പെർഫോമൻസ് ഈ സിനിമയിൽ കൂടെ. ആ മിക്കവാറും ലിയോയ്ക്ക് ശേഷം വേറെ സിനിമ അഭിനയിച്ചില്ല. അതല്ല, ഈ ഒരു സിനിമയിൽ കൂടെ എന്തായാലും പുള്ളിക്ക് ഇനി അടുത്തിന് വേറെ ലെവൽ റോൾസ് ഒക്കെ കിട്ടാൻ സാധ്യതയുണ്ട്. അതിപ്പോ തമിഴിലായാലും ഏത് ഇൻഡസ്ട്രിയിലായാലും പുള്ളി നമ്മള് ഒത്ത വില്ലൻ എന്ന് പറഞ്ഞ പുള്ളി ഒന്ന് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. അത്ര തന്നെ പിഴിഞ്ഞ് അവരെ വലക്കി ആശയിൽ തൂക്കിയിട്ട്. അപ്പൊ ഓൾ ഇൻ ഓൾ 10ൽ 10 കൊടുക്കാം. അപ്പൊ നമുക്ക് അടുത്ത് കാണാൻ പോകുന്ന സമയമായി. അടുത്ത ഷെഡ്യൂൾഡ്. ഓക്കെ ബൈ. നമ്മുടെ ചാനലിന്റെ പേര് മറക്കണ്ട. സിനി കോണ. വേറെ ഇപ്പൊ ഒന്നും ഇല്ല. നമ്മളിപ്പോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് എന്തായാലും ചെയ്യണം. ഞാനിവരും കൂടെ 2 ടിക് ടിക് ഉണ്ട്. ഇനി നിങ്ങളും കൂടെ ചേർന്ന് ടിക് ടിക് അടിക്കുക. സബ്സ്ക്രൈബ് ചെയ്യൂ. ഓക്കെ.